ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് തൊടുപുഴയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും സേഫസ്റ്റ് വാട്ടർഫോൾ എന്നറിയപ്പെടുന്ന ആനച്ചാടിക്കൂത്തിലേക്കാണ്. ഇതിന് വേറെ പേരും കൂടെ ഉണ്ട് കേട്ടോ, ആനയടിക്കൂത്ത്. ഇതെങ്ങനെയാണ് ഇതിന് രണ്ട് പേര് വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്ന വഴി ഇപ്പം നിലവിൽ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വരുന്ന ആൾക്കാരാണെങ്കിൽ സൂക്ഷിച്ചു വരിക കേട്ടോ. ഇതാണ് ഇവിടുത്തെ വ്യൂ കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ കേട്ടോ. എന്ത് അടിപൊളിയല്ലേ! നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ ഒരു വെള്ളച്ചാട്ടം എന്നാണ് ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടോ വന്ന് വെള്ളത്തിൽ ഇറങ്ങുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ ഇവിടെ നിയന്ത്രണങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക, സ്വന്തം സേഫ്റ്റി അവനവൻ തന്നെ നോക്കാം കേട്ടോ. ഇവിടെ പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നവർക്ക് പിടിച്ചിരിക്കാനായിട്ട് അവിടെ കയറും കാര്യങ്ങളൊക്കെ അവർ കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇറങ്ങുന്നവർ സ്വന്തം ഉത്തരവാദിത്തത്തിലും സ്വന്തം ഇതിലും റിസ്ക്കിലും ഇറങ്ങാം കേട്ടോ. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് കേട്ടോ. പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ അങ്ങനെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇനിയും വരാൻ പോകുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക്കും മറ്റ് വേസ്റ്റ് കാര്യങ്ങളും നിങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ നിക്ഷേപിക്കാതിരിക്കുക. ഇതാട്ടോ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നൊരു വ്യൂ കേട്ടോ. ചുറ്റും രണ്ട് മലകൾക്കിടയിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന രീതിയിലാട്ടോ ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നിലവിൽ വെള്ളം കുറവാട്ടോ, നല്ല മഴയുണ്ടെങ്കിലും നിലവിൽ ഇപ്പോൾ ഇവിടെ വെള്ളം കുറവാട്ടോ. അതാണ് ഇത് തന്നെ ഇത് ഏറ്റവും സേഫസ്റ്റ് എന്നറിയപ്പെടാൻ കാരണം കേട്ടോ. കാരണം ഇവിടെ വളരെ കുറച്ച് മിനിമലായിട്ട് മാത്രമേ വെള്ളം വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിനെ സേഫസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശരി, നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഒന്ന് സബ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്ന കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.